നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ മാസങ്ങൾ നീണ്ട ചരിത്രപ്രധാനമായ പ്രക്ഷോഭത്തിനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കും പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP തങ്ങളുടെ ഭാവി രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഉടനടി പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനില്ലെന്നും എന്നാൽ ഭാവിയിലെ സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ലെന്നും CJP വക്താക്കൾ പ്രഖ്യാപിച്ചു. പ്രക്ഷോഭ വിജയം കൈവരിച്ചതിന് പിന്നാലെ NDTVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് CJP വക്താക്കളായ അശുതോഷ് റാങ്കയും സൗരവ് ദാസും പ്രസ്ഥാനത്തിന്റെ ഭാവി പദ്ധതികൾ തുറന്നു പറഞ്ഞത്. കേന്ദ്ര സർക്കാർ സമരം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ NDTVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് CJP വക്താക്കൾ ഈ കാര്യം വ്യക്തമാക്കിയത്. പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കവേ ഇന്ത്യയിൽ ഒന്നിനോടും ഒരിക്കലും നോ പറയരുതെന്നാണ് തനിക്ക് തോന്നുന്നതെന്ന് അശുതോഷ് റാങ്ക തന്ത്രപരമായി വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ 2 മാസമായി വീടുകളിൽ നിന്ന് മാറി നിന്ന് സമരം നയിച്ച സാഹചര്യത്തിൽ നിലവിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങാനും കുറച്ച് വിശ്രമിക്കാനും കുടുംബത്തെ കാണാനുമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രക്ഷോഭ വിജയം തങ്ങളെല്ലാവർക്കും വലിയ ആശ്വാസത്തിന്റെയും അതോടൊപ്പം തന്നെ വലിയ അഭിമാനത്തിന്റെയും നിമിഷമാണെന്നും അതിനിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ശാന്തമായി ചിന്തിച്ച ശേഷം മാത്രം ഭാവി കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് വിലയിരുത്തുമെന്നും അശുതോഷ് റാങ്ക ഓർപ്പിച്ചു. അതേസമയം പൂർണ്ണസമയ രാഷ്ട്രീയം നിലവിൽ തങ്ങളുടെ പ്രധാന ലക്ഷ്യമല്ലെന്ന് മറ്റൊരു വക്താവായ സൗരവ് ദാസും വ്യക്തമാക്കി. യുവാക്കളുടെ നേതൃത്വത്തിലുള്ള ഈ ജനകീയ പ്രസ്ഥാനത്തെ താഴെത്തട്ടിൽ കൂടുതൽ ശക്തമാക്കുക മാത്രമാണ് തങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന മുൻഗണനയെന്നാണ് CJP നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളോട് തികച്ചും വിഭിന്നമായ കാഴ്ചപ്പാടോടെ താഴെത്തട്ടിൽ വൻ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിത്തുപാകാനാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP ലക്ഷ്യമിടുന്നത്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് യുവാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കുന്നില്ലെന്ന കടുത്ത വിമർശനത്തോടെയാണ് CJP വക്താക്കൾ തങ്ങളുടെ ഭാവി മുന്നേറ്റത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുന്നത്. രാജ്യത്ത് നിലവിൽ 750 മുതൽ 800ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെന്നും അവയ്ക്കൊന്നും യുവാക്കളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളും ആകുലതകളും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും CJP വക്താവ് സൗരവ് ദാസ് വ്യക്തമാക്കി. അധികാരത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയോ നേതാവോ എത്തിയാലും അവർക്ക് യുവാക്കൾക്ക് വേണ്ടി നിർബന്ധമായും പ്രവർത്തിക്കേണ്ടി വരുന്ന തരത്തിൽ ഈ ജനകീയ പ്രസ്ഥാനത്തെ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുകയും ശക്തമാക്കുകയുമാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യം. പ്രക്ഷോഭ പ്രഖ്യാപനങ്ങൾക്കൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച അതേ ദിവസമാണ് CJP നേതാക്കൾ NDTVയോട് ഈ നിർണായക കാര്യങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ 10 ദിവസത്തെ സംഭവവികാസങ്ങൾ തനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയെന്നും അത് വ്യക്തിപരമായ അന്തസ്സിന്റെ പ്രശ്നമല്ലെന്നും തന്റെ രാജി സന്ദേശത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയിരുന്നു. ദേശവിരുദ്ധ ശക്തികൾ സാഹചര്യം മുതലെടുക്കുന്നത് തടയാനും രാജ്യത്തിന്റെ ഐക്യം നിലനിർത്താനും വിദ്യാർത്ഥികളുടെ ഭാവി നിയമക്കുരുക്കിൽ പെടാതെ കാത്തുസൂക്ഷിക്കാനുമാണ് താൻ രാജിവെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് പൊതുവിവാദങ്ങളെ തുടർന്ന് രാജിവെക്കുന്ന 2ാമത്തെ കേന്ദ്രമന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഇതിനു മുൻപ് 2028 മീ ടു വെളിപ്പെടുത്തലുകളെ തുടർന്ന് വിദേശകാര്യ സഹമന്ത്രി MJ അക്ബർ രാജിവെച്ചതാണ് സമാനമായ ഏക സംഭവം. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയുള്ള എല്ലാ FIRകളും പിൻവലിക്കാൻ സർക്കാരുമായി തീരുമാനമായിട്ടുണ്ടെന്ന് CJP വക്താവ് അശുതോഷ് റാങ്ക ഉറപ്പിച്ചു പറഞ്ഞു. ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരെയും സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും കൃത്യമായി തരംതിരിക്കാൻ സാധിക്കുമെന്നും പ്രക്ഷോഭകർക്കെതിരെ ഇനി പുതിയ കേസുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 30 ദിവസത്തെ കടുത്ത പ്രക്ഷോഭത്തിന് ശേഷമാണ് സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചത് എന്നതിന്റെ ചോദ്യത്തിന് അത് ഗവൺമെന്റിനോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണെന്ന് അശുതോഷ് റാങ്ക മറുപടി നൽകി. തങ്ങളെല്ലാവരും വിദ്യാസമ്പന്നനായ പ്രൊഫഷണലുകളാണെന്നും സ്ഥിരം സമരക്കാരല്ലെന്നും വ്യക്തമാക്കിയ റാങ്ക രാഷ്ട്രീയം ഒരിക്കലും തങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. ബോസ്റ്റണിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി കണ്ടെത്തേണ്ട സമയത്താണ് വിദ്യാർത്ഥികളുടെ നീതിക്കായി പോരാടാൻ ഇറങ്ങേണ്ടി വന്നതെന്ന് അവർ ഓർപ്പിച്ചു. വിദ്യാർത്ഥികളെ രാജ്യവിരുദ്ധരെന്നോ വൈറസ് എന്നോ വിളിക്കുന്ന മോശം പ്രവണത ഭരണകൂടം ഇനി മേലിൽ അവസാനിപ്പിക്കുമെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും ഒടുവിൽ രാജ്യത്ത് നീതി നടപ്പിലാക്കിയെന്നുമാണ് CJP വക്താവ് പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ കേന്ദ്ര സർക്കാരിനെ പോലും തിരുത്തിച്ച CJPയുടെ അടുത്ത നീക്കങ്ങൾ രാജ്യം ഏറെ കൗതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് ഉടനടി ഇല്ലെന്നും യുവാക്കളുടെ ഉന്നമനത്തിനായി താഴെത്തട്ടിൽ സജീവമാവുന്ന പ്രഖ്യാപനത്തോടെ CJP വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്.